നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ വെല്ലുവിളിയാലാക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പൊതുവിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു പറ്റം നേതാക്കളുണ്ട്. അവരുണ്ടാക്കുന്ന പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്തിനും അപ്പുറം വെല്ലുവിളി ഉണ്ടാക്കും. പലപ്പോഴും ഈ വിമത നീക്കങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുമ്പോഴും തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം ഒട്ടും ചെറുതല്ല. നമ്മൾ പലപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരാണ് ഈ നീക്കവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. അടുത്തിടെ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPM-ന് വെല്ലുവിളി ഉണ്ടാക്കിയ നേതാക്കൾ ആരൊക്കെയാണ്? അവർ ഉയർത്തുന്ന പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര വലിയ പ്രതിസന്ധിയായി മാറും? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ആ പേരുകാരിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് മറ്റാരുമല്ല, ജി സുധാകരനാണ്. ജി സുധാകരൻ ഉണ്ടാക്കിയ പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. CPM-ൽ നോക്കൂ, CPM-ന്റെ മുൻ മന്ത്രിയാണ്, പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പാർട്ടി ബന്ധം ഉപേക്ഷിച്ചു. ആലപ്പുഴയിൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF-ന്റെ പിന്തുണ പ്രഖ്യാപനമാണ് ഇന്നത്തെ ഒരു പകൽ ദിനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UDF എന്തായാലും അമ്പലപ്പുഴ ഒഴിച്ചിട്ട് ജി സുധാകരന് പിന്തുണ നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ജി സുധാകരൻ, പാർട്ടിയുടെ ഏറ്റവും കരുത്തനായിരുന്ന ശക്തനായിരുന്ന ജി സുധാകരൻ നടത്തിയ വിമത നീക്കം അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് മുന്നിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളി അത്ര വലുതായിരിക്കുമെന്നാണ് സാഹചര്യം. അടുത്ത വ്യക്തി ആരാണ്? മറ്റാരുമല്ല, അത് പയ്യന്നൂരിലുണ്ടായ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ വിവാദ നീക്കമാണ്. വി കുഞ്ഞികൃഷ്ണൻ നോക്കൂ, CPM-ന്റെ മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുന്നയിച്ചാണ് പാർട്ടിക്കെതിരെ രംഗത്തെത്തിയത്. അതാണ് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിവാദം. മറ്റൊന്ന് ടി കെ ഗോവിന്ദൻ. നേരത്തെ അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ഏറ്റവും സംഘടനാ പാരമ്പര്യമുള്ള 6 പതിറ്റാണ്ടിൻ്റെ സംഘടനാ പാരമ്പര്യം തനിക്കുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ ടി കെ ഗോവിന്ദൻ ഉയർത്തുന്ന നീക്കം വലിയ ശക്തമാണ്. തളിപ്പറമ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തിന് കാരണം. അദ്ദേഹത്തിന് പിന്നാലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും രംഗത്ത് വരുന്നുണ്ട്. ഇവരും ഒതുങ്ങുന്നില്ല CPM-നെ പ്രതിസന്ധിയിലാക്കിയ നേതാക്കൾ. മറ്റാരുമല്ല, സുരേഷ് VS അച്യുതാനന്ദൻ്റെ പഴയ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. സുരേഷ് CPM-ന്റെ സംഘടനാ തലത്തിൽ വലിയ പ്രമുഖനായ വ്യക്തിയൊന്നും അല്ലെങ്കിൽ കൂടിയും VS-ന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം എന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ പൊതു സമൂഹത്തിലൊക്കെ വലിയ സ്വീകാര്യതയും ഇടപെടലും ഒക്കെ കിട്ടിയ ആളാണ്. ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. ദീർഘനാളുകളായി CPM-മായി അകൽച്ചയിലായിരുന്നു. ഒടുവിൽ ഇതാ കോൺഗ്രസിൻ്റെ അംഗത്വം ഇന്ന് സ്വീകരിക്കാൻ പോവുകയാണ്. DCC ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ച് മലമ്പുഴയിൽ UDF-ന്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം. അടുത്തയാൾ മറ്റാരുമല്ല, PK ശശിയാണ്. PK ശശിയും ഉയർത്തിയ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. PK ശശി ഉന്നയിച്ച വിവാദങ്ങൾ. PK ശശി ഈ തൊട്ടടുത്ത നാളുകൾ വരെ KTDC ചെയർമാനായിരുന്നു. ഇപ്പോൾ ഒറ്റപ്പാലത്ത് മത്സരിക്കാനാണ് തീരുമാനം. പാർട്ടിയുടെ വിമതർക്കൊപ്പം ചേർന്നുകൊണ്ട് മുൻ MLA ആണ്. CPM-മായി വലിയ സംഘടനാ നടപടി നേരിട്ട വ്യക്തിയാണ്. PK ശശിയും പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അടുത്ത വ്യക്തി ഐഷ പോറ്റിയാണ്. ഐഷ പോറ്റി നമുക്കറിയാം, കൊട്ടാരക്കര MLA ആയിരുന്നു 3 വട്ടം. അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പാർട്ടിയിൽ പരിഗണന പോരാ, ഇതാണ് ഐഷ പോറ്റിയുടെ പരാതി. അങ്ങനെ ഐഷ പോറ്റിയും വിമത നീക്കത്തിന് തയ്യാറായി. ഒടുവിൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നു. കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെതിരെ ഇത്തവണ മത്സരിക്കുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഐഷ പോറ്റിയുടെ നീക്കം. മറ്റൊന്ന് S രാജേന്ദ്രനാണ്. പഴയ ദേവികുളം MLA ആണ്. നേരത്തെ തന്നെ ഉടക്കിലായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് CPM-ന്റെ കണ്ടെത്തലുണ്ടായതാണ്. ഒടുവിൽ BJP-യിൽ ചേരുന്നു. ഇത്തവണ ദേവികുളത്ത് നിന്നും BJP സ്ഥാനാർത്ഥിയായി S രാജേന്ദ്രൻ മത്സരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്ന കാര്യം. ഇത് CPM-ന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. മറ്റു ചില നേതാക്കളുണ്ട്. അത് K അജിത്തും CC മുകുന്ദനുമാണ്. ഇരുവരും CPI-യുടെ പ്രധാനപ്പെട്ട മുഖങ്ങളാണ്. വൈക്കം MLA ആയിരുന്ന K അജിത്ത് BJP-യിൽ ചേരുന്നു. അങ്ങനെ BJP സ്ഥാനാർത്ഥിയെ കളത്തിലിറങ്ങുന്നു എന്നാണ്. CC മുകുന്ദൻ നാട്ടികയിലെ MLA ആണ്. CC മുകുന്ദൻ ടിക്കറ്റ് കിട്ടിയില്ല. CC മുകുന്ദൻ നേരെ പോയി BJP-യിൽ ചേരുന്നു. അങ്ങനെ ഈ നേതാക്കൾ പലരും, സാധാരണ CPM വിട്ട നേതാക്കൾ CPI-യിലേക്കും CPI വിടുന്നവർ CPM-ലേക്കും പോകുന്നു എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി അതിനുമപ്പുറം അവർ കോൺഗ്രസിൽ ചേർന്ന് സ്വതന്ത്ര മുഖമൊക്കെയായി രാഷ്ട്രീയ പരീക്ഷണം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറികടന്ന് കാലങ്ങളായി കമ്മ്യൂണിസവും ഇടതു പ്രത്യയശാസ്ത്രവും ജീവിതചര്യയാക്കിയിരുന്നവർ നേരെ പോയി BJP-യുടെ ഭാഗമാകുന്നു എന്നതാണ് അടുത്തിടെ കാണുന്ന സാഹചര്യം. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉണ്ടായി എന്നതാണ് ചിത്രം. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് കൂടി നോക്കാം. VV അരുൺ നമുക്കിപ്പം ചേരുന്നുണ്ട്. അരുൺ, നമ്മൾ ഈ പരാമർശിച്ച നേതാക്കൾ ഉണ്ടാക്കുന്ന വിവാദം ഒട്ടും ചെറുതല്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കൗതുകം, മുമ്പ് കോൺഗ്രസിനെതിരെ ഉയരുന്ന ആക്ഷേപമായിരുന്നു ഇവരൊക്കെ
കൂടുവിടുന്നവർ, തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുവിടുന്നവർ. പക്ഷേ ഇത് ഏറ്റവും അധികം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇടതുപക്ഷത്താണ്, പ്രത്യേകിച്ച് CPM-നാണ് എന്നതാണ് സാഹചര്യം. ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്ന പ്രചരണ രംഗത്ത് CPM കേൾക്കാൻ പോകുന്ന വലിയ പഴികളിലൊന്നായി ഇത് മാറുകയില്ലേ? സ്ഥലത്തെ മുൻകാലങ്ങളിലൊക്കെ ചില സീറ്റുകൾ CPM ഒഴിച്ചിടും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയാലും ഒന്നുകിൽ അവർക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലാകാം. അവർ ഒഴിച്ചത് മറ്റൊന്നിനുമല്ല, കോൺഗ്രസ് വിട്ട് ആളുകൾ എന്തായാലും വരും. അവർക്ക് അവിടെ വലിയ അതിർത്തി ഉണ്ടാകും. അവർ ആ കോൺഗ്രസ് വിട്ട് വന്ന ആ സീറ്റ് അവർക്ക് നൽകിയാൽ ഈ സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ CPM-ന് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി കിട്ടുകയും ചെയ്യും. അത് കോൺഗ്രസിലെ വോട്ടുകൾ കൂടി സമാഹരിച്ചാണ് വിജയിച്ച് വരാം. അങ്ങനെ പല സ്വതന്ത്ര പരീക്ഷണങ്ങൾക്ക് വേണ്ടി CPM നേരത്തെയൊക്കെ സീറ്റുകൾ ഒഴിച്ചിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അത്തരത്തിൽ സീറ്റുകൾ ഒഴിച്ചിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയകരമല്ല, അത്ഭുതകരമല്ല. അമ്പലപ്പുഴ നമ്മൾ കണ്ടതാണ്. അമ്പലപ്പുഴ കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിട്ടത് G. സുധാകരൻ എന്ന CPM-ന്റെ ഒരുപക്ഷെ എക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾക്കാണ്. SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റാണ്. അതിലും അദ്ദേഹം KSFിലെയൊക്കെ സംസ്ഥാന ഭാരവാഹിയായിരുന്നതാണ്. അത്രയും പ്രധാനപ്പെട്ട നേതാവിന് വേണ്ടി അമ്പലപ്പുഴ സീറ്റ് ഒഴിച്ചിട്ട് കോൺഗ്രസ് കാത്തിരിക്കുന്നു. അദ്ദേഹം അവിടെ ഏതായാലും ചെന്ന് കയറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിലേക്കല്ല അദ്ദേഹം പോകുന്നത്. പക്ഷേ കോൺഗ്രസ് ആ അമ്പലപ്പുഴ സീറ്റ് മറ്റ് സ്ഥാനാർത്ഥി UDF നിർത്തുന്നില്ല. അവിടെ സുധാകരന് പിന്തുണ അവർ കൊടുക്കും. പയ്യന്നൂരിൽ അവിടെ കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിട്ടതും നൽകാൻ പോകുന്നതും കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹം CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. തളിപ്പറമ്പിൽ കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിടുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പിന്തുണച്ചാൽ പോകാമെന്ന് പറഞ്ഞു നിൽക്കുന്നത് CPM-ന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി അംഗമാണ്. മറ്റ് ആളിലേക്ക് നമുക്ക് വിട്ടേക്കാം. പക്ഷേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗമാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൊട്ടാരക്കരയിൽ കോൺഗ്രസിലേക്ക് പോവുകയും അവിടെ മത്സരിക്കാൻ തയ്യാറായതും ഐഷ പോറ്റി എന്ന 2 തവണ CPM ടിക്കറ്റിൽ വലിയ മാർജിനിൽ വിജയിച്ച MLA, 3 തവണ വലിയ മാർജിൻ വിജയിച്ച MLA ആണ്. CPM-ലെ കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ്. അവിടെ മറ്റൊരു നേതാവ് മുസ്ലിം ലീഗിലേക്ക് പോയിരിക്കുന്നു. A. സുരേഷ് CPM-ന്റെ സംഘടനാ തലത്തിൽ ആരുമല്ല. പക്ഷേ PS-നൊപ്പം ദീർഘനാൾ നിന്നതിനും SFI പാരമ്പര്യമൊക്കെ ഉള്ള ഒരു നേതാവാണ് സുരേഷ്. കോൺഗ്രസ് ടിക്കറ്റിൽ കോൺഗ്രസ് അവിടെയും മലമ്പുഴ സീറ്റ് ഒഴിച്ചിട്ടത് CPM-ൽ നിന്ന് വരുന്ന സുരേഷിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു സാഹചര്യം എന്താണോ കോൺഗ്രസിന് വേണ്ടി CPM നേരത്തെ ചെയ്തിരുന്നത് അത് ഇന്ന് CPM-ൽ സംഭവിക്കുന്ന ഏറ്റവും കൗതുകകരമായ കാര്യം. CPM ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയാത്ത, അവർ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഇങ്ങനെ CPM-ന് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ട്, CPM നേതാക്കൾക്ക് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ട് കോൺഗ്രസ് കാത്തിരിക്കുക എന്നുള്ളത്. മറുവശത്ത് BJP-യും അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് S. രാജേന്ദ്രൻ എന്ന CPM-ന്റെ ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരുപക്ഷെ മണിയാശാന്റെയൊക്കെ പിൻഗാമി അവിടെ CPM-നെ നയിക്കേണ്ട ഒരു നേതാവ് ചെന്ന് കയറിയത് BJP കൂടാരത്തിലാണ്. അദ്ദേഹം BJP-യുടെ NDA സ്ഥാനാർത്ഥിയെ അവിടെ BJP സ്ഥാനാർത്ഥിയെ അവിടെ ദേവികുളത്ത് CPM-നെതിരെ മത്സരിക്കുക. 2 തവണ CPM MLA ആക്കിയ ആളാണ്. CPM ടിക്കറ്റ് ജയിച്ചു വന്ന ആളാണ്. ഇങ്ങനെ BJP-യിലേക്ക് പോകുന്നത്. സൈഡ് സൂചിപ്പിച്ച പോലെ CPM വിട്ടാൽ CPI-ലേക്കും, CPI വിട്ടാൽ CPM-ലേക്കും, പരമാവധി കോൺഗ്രസിലേക്കും ഒക്കെ പോയിരുന്ന ആ കാലം കഴിഞ്ഞിരിക്കുന്നു. BJP-യിലേക്ക് പോകാനും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഒട്ടും മനസാക്ഷിക്കുത്തോ അല്ലെങ്കിൽ സങ്കോചമോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതാണ് വൈക്കത്ത് അജിത്തിൽ കണ്ടത്. വൈക്കത്തെ മുൻ MLA ആണ് അജിത്ത്. ഇത്തവണ അവിടെ ഇടത് വലത് മുന്നണികൾക്കെതിരെ അജിത്ത് BJP-ക്ക് വേണ്ടി മത്സരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ചാട്ടങ്ങളുടെ കാലമായി മാറുന്നു. അവിടെ CPM നേതാക്കളെ പോലും കാത്ത് മറ്റു പാർട്ടികൾ നിൽക്കുന്നു. CPM-ന് എന്തുകൊണ്ട് ഇതൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് CPM നേതൃത്വം ഇറക്കുന്നത്. ഐഷ പോറ്റി ദീർഘനാൾ അതിന്റെ അതിർത്തി തുറന്നു പറഞ്ഞ് നിന്നതാണ്. രാജേന്ദ്രൻ കോടിയിലുള്ള കാലത്ത് തന്നെ പാർട്ടി വിടാൻ ആലോചിച്ചത്. പക്ഷേ കോടിയിൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. ഐഷ പോറ്റിയും കോടിയിൽ ഇല്ലാത്തൊരു സമയത്താണ് പാർട്ടി വിട്ടു പോകുന്നത്. G. സുധാകരനെ പോലും ഏറ്റവും വലിയ നേതാവായി G. സുധാകരൻ കാണുന്നത് പിണറായി വിജയനെയാണ്. ആ പിണറായി വിജയൻ ഉള്ളപ്പോൾ പോലും G. സുധാകരൻ CPM-ൽ നിന്ന് പരസ്യമായി വെല്ലുവിളിച്ച് പുറത്തേക്ക് പോകുന്നു. കണ്ണൂരിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. P.K. ശശി പിണറായി ഗ്രൂപ്പിന്റെ വലിയ നേതാവാണ്. പാലക്കാട് ജില്ല ഒന്നടങ്കം PS-നൊപ്പം നിൽക്കുമ്പോഴും പിണറായിക്കൊപ്പം അടിയുറച്ചു നിന്ന നേതാവാണ് P.K. ശശി. P.K. ശശി കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നു. അങ്ങനെ വിരലുണ്ടാവുന്ന ആളുകളല്ല, അതിനപ്പുറത്തേക്കുള്ള ആളുകൾ ഇപ്പോൾ CPM വിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ഇവരെ പിടിച്ചു നിർത്താൻ CPM-ന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന ചോദ്യം കൂടി പ്രസക്തമാണ്. അവിടെയാണ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കൂടി നമ്മൾ പരിശോധിച്ചു പോകേണ്ടത്. ഗോവിന്ദന് അത് കഴിയുന്നില്ല. മാത്രമല്ല MV ഗോവിന്ദൻ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു വിമർശന സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഈ കുഞ്ഞികൃഷ്ണന്റെ വിഷയത്തിലായാലും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തിപരമായി ഈ P.K. ഗോവിന്ദൻ പാർട്ടി വിട്ടു പോകുമ്പോഴും ഒക്കെ വിമർശന വിധേയമാകുന്നത് MV ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയാണ്. നേരത്തെയൊക്കെ CPM-ന്റെ നേതാക്കൾ ഇത്തരത്തിലൊരു അവസരം വന്നാൽ സ്വാഭാവികമായും P.K. ശ്യാമള DYFI കാലം മുതലുള്ള നേതാവാണെന്ന് MV ഗോവിന്ദൻ
പറയുന്നു. തന്നെ വിവാഹം കഴിക്കുമ്പോൾ അവർ SFI ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒരു സീറ്റ് അദ്ദേഹം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ എന്തിനു വെക്കണം, അവിടെ പകരം ആളില്ലേ എന്ന ചോദ്യമാണ് കണ്ണൂരിൽ പാർട്ടി അസ്വസ്ഥമാക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ തന്നെ അണികൾ തിരിയുന്ന അവസ്ഥയിലേക്ക്, നേതാക്കൾ തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. CPM ഒരു കാലത്തും നേരിടാത്ത ഒരു പ്രതിസന്ധിയാണത്. അങ്ങനെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവസാന വാക്കാണ് CPM സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ എല്ലാ കാലത്തും. തുടക്കം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. അവരെ മറികടന്ന് പോവുക അത്ര എളുപ്പമല്ല CPM. പക്ഷെ അവിടെയാണ് സംസ്ഥാന സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് വിമത ശബ്ദങ്ങൾ ഉയരുന്നത്. അത് CPM-നെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആർക്കും ഏത് നിമിഷവും പാർട്ടി വിട്ടുപോകാം. CPM-ന്റെ ഒരാൾ പാർട്ടി വിട്ടുപോകാൻ പ്രത്യേക നേതാക്കളൊക്കെ പോകുമ്പോൾ 100 തവണ ആലോചിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ദിവസങ്ങളുടെ തീരുമാനം കൊണ്ട്, മിനിറ്റുകളുടെ തീരുമാനം കൊണ്ട് പാർട്ടി വലിച്ചെറിഞ്ഞ് 6 പതിറ്റാണ്ടിലെയും 5 പതിറ്റാണ്ടിലെയും ഒക്കെ സംഘടനാ പാരമ്പര്യം ഉപേക്ഷിച്ച് രാഷ്ട്രീയ എതിരാളികൾ, വഞ്ചകർ, വർഗ്ഗശത്രുക്കൾ എന്നൊക്കെ CPM എടുത്തു കാട്ടുന്ന കോൺഗ്രസിലും BJP-ക്കും ഒക്കെ പോകാൻ മടിയില്ലാത്ത ആളുകളായ CPM നേതാക്കൾ മാറുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് CPM-ന്റെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വമാണ്. അവരുടെ പിടിപ്പുകേട് കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലരും ചിന്തിക്കുന്ന ആ ചിന്ത കുറച്ചുകൂടി ശക്തമായി മാറുന്ന നാളുകൾ കൂടിയാണ് ഈ CPM-ൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.